പിയേഴ്സൺ സർ, ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ആരവങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ചോദ്യം സ്ട്രെയിറ്റ് ആയിട്ട്, വളരെ നിശ്ചിതമായ സാമൂഹ്യ നിരീക്ഷണങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ മലയാളത്തിൻ്റെ ഒരു സാമൂഹ്യ ബോധത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ചോദ്യം ഇതാണ്: അയ്യപ്പ സംഗമം വെറും ഒരു എലക്ഷൻ സ്റ്റണ്ടാണോ? ഒരു എലക്ഷൻ സ്റ്റണ്ട് മാത്രമായിട്ട് നമ്മളതിനെ കാണേണ്ടതില്ല. നമ്മളുടെ കാലഘട്ടത്തിലെ രാഷ്ട്രീയം അത് ഏതാണ്ട് അപൊളിറ്റിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ രാഷ്ട്രീയമില്ലാത്തൊരു രാഷ്ട്രീയമാണ് നമുക്കിന്ന് കാണാൻ കഴിയും. പൊളിറ്റിക്കൽ കണ്ടന്റ് ഇല്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടീസ്. അതെ, അതായത് പ്രത്യയശാസ്ത്രമില്ല. യെസ്. ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ഇല്ല. സത്യത്തിൽ അങ്ങനെയായി മാറി. അങ്ങനെ മാറുന്നതിൽ ഒരു വിമുഖതയും പ്രകടിപ്പിക്കാത്ത ഒരു പാർട്ടിയായിട്ട് CPM മാറി എന്നുള്ളതാണ് പ്രശ്നം. അതാണ് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു സാമൂഹ്യമായിട്ടുള്ള എൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. CPM അറിയാതെ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ചോർന്നു പോയിരിക്കുന്നു. അറിയാതെയും അറിഞ്ഞും അതിങ്ങനെ ചോർന്നു പോകുന്നൊക്കെ അവർ കാണുന്നുണ്ടാവും. പക്ഷേ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. അതല്ല ഇപ്പോഴത്തെ വിഷയം എന്നവർ കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്. നമുക്കറിയാം, സുപ്രീം കോടതി ഈ ശബരിമലയിൽ സ്ത്രീപ്രവേശം അനുവദിക്കുന്ന തരത്തിൽ ഒരു വിധി പ്രസ്താവിച്ചപ്പോൾ അതിനാദ്യം RSS അംഗീകരിക്കുകയാണ് ചെയ്തത്. ശരിയാണ്. RSSൻ്റെ നിലപാടതാണ് സ്ത്രീകളും അതുപോലെ പുരുഷന്മാരുമൊക്കെ അമ്പലങ്ങളിൽ ഒരുമിച്ച് തന്നെ പ്രവേശിക്കണമെന്നുള്ളതാണ്. പക്ഷേ അവർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതല്ല കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ളത്. ഓക്കെ. അങ്ങനെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരതിൻ്റെ അകത്ത് പിൻവാങ്ങി. അപ്പോഴും പിൻവാങ്ങാതെ നിന്നിരുന്നതാണ് CPM നവോത്ഥാന മുതലെല്ലാം നിർമ്മിച്ച് അതിന് പ്രതിരോധം തീർക്കുകയും പ്രതീകാത്മകമായി പെൺകുട്ടികളോട് എത്തിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവർക്ക് പിന്നെ മനസ്സിലായി അത് പരാജയമാണെന്ന്. കാരണം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചോ വിശ്വാസത്തിനനുസരിച്ചോ ആചാരത്തിനനുസരിച്ചോ ഒഴുകാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ പൊളിറ്റിക്സ് പോലും അവർ ഉപേക്ഷിച്ച് ഈ ആൾക്കൂട്ടത്തിനൊപ്പം നീങ്ങുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും അങ്ങനെ നീങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കേരളം ഒരു ആചാര കേരളമായി മാറി. ആ ആചാര കേരളത്തിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് ഈ പരിപാടിയെ ഞാൻ കണക്കാക്കുന്നത്. ആചാര കേരളത്തെ CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഭരണകൂടം ഏറ്റെടുത്ത് ആഘോഷപൂർവ്വം നടത്തുന്നു. അതെ. അപ്പോൾ പലരും ചോദിക്കും, ഇതൊരു U-turn അല്ലേ? അതെ. ആ U-turn ആണ്, എന്ത് ചെയ്യാൻ പറ്റും? അല്ലെന്ന് പറയേണ്ട ഒരു കാര്യം അതിനകത്തില്ലല്ലോ. അവർ നേരെ തിരിഞ്ഞ് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് പോലും ഇപ്പോഴും മാറ്റിയിട്ടില്ല. മാറ്റിയിട്ടില്ലെന്നേ ഉള്ളൂ. അത് കാലക്രമത്തിൽ നടപ്പാക്കാൻ തയ്യാറല്ല. അഫിഡവിറ്റ് അതിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ള മട്ടില്ല. അതെ, ഇത്ര ഉണ്ടാവുള്ളൂ. അഫിഡവിറ്റും ചിലപ്പോൾ മാറ്റിക്കൂടായില്ല കുറച്ച് കഴിയും. കാരണം CPM അല്ലല്ലോ അഫിഡവിറ്റ് കൊടുക്കുന്നത്, ദേവസ്വം ബോർഡൊക്കെയാണല്ലോ കൊടുക്കുന്നത്. CPMൻ്റെ ഭൂരിപക്ഷ സമുദായത്തിന്റെ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ CPM നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബോധ്യം കൂടി അയ്യപ്പ സംഗമത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടാകണം എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിന് കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ CPMൻ്റെ വോട്ട്, CPMൻ്റെ അടിത്തറയായിട്ടുള്ള ഇഴവ് സമൂഹത്തിൽ നഷ്ടപ്പെടുന്നത് ശബരിമല വിഷയം കൊണ്ട് മാത്രമല്ല, ശബരിമല വിഷയങ്ങൾ കൊണ്ടാണ് എന്നത് പൊതുധാരണയാണ് എന്നാണ് ഞാൻ മനസ്സിലായി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം അവർ നടത്തുന്നതിനോട് യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. എനിക്കതിനോട് യാതൊരു യോജിപ്പില്ല. കാരണം വെച്ചാൽ CPMൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു മതേതര രാഷ്ട്രീയമായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. തീർച്ചയായിട്ടും അവരവരുടെ ജോലി ചെയ്യും. അയ്യപ്പ സംഗമം നടത്താനായിട്ട് ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കുക. പക്ഷെ ഇവരതിനകത്ത് പങ്കാളികളാവേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് ചെയ്യണം. ദേവസ്വം ബോർഡാണ് ചെയ്യുന്നത്. പക്ഷേ ഫലത്തിൽ അത് രാഷ്ട്രീയമാണെന്ന് തോന്നലുണ്ടാക്കി. അതാണ് പ്രശ്നം. പേരിന് ദേവസ്വം ബോർഡും അതിൻ്റെ പിന്നിൽ മറ്റവരും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല CPMൻ്റെ അത്തരം കാഴ്ചപ്പാട് CPMന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനായിട്ട് സഹായിക്കുന്നതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം CPMന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു നേരത്തെ. ആ ഐഡൻറ്റിറ്റിയാണ് അവരെന്ത് ചെയ്യേണ്ടത്, കാത്തു സൂക്ഷിക്കുന്നത്. ആ ഐഡൻറ്റിറ്റിക്ക് അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോരോ മേഖലയിൽ ഓരോ ആളുകളുണ്ട്. അവരെ ചെയ്യട്ടെ എന്നാണ്.
പക്ഷേ CPM നിന്ന് പലരും ചോദിക്കുന്ന ചോദ്യം, അയ്യപ്പ സംഗമം നടത്തിയാൽ എന്താ കുഴപ്പം എന്നുള്ള. ഒരു കുഴപ്പമില്ല, നമുക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് പൊതുവെയുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അത് BJP നടത്തിയാലും CPM നടത്തിയാലും ഒക്കെ നമ്മളതിനെ ശരിയല്ലെന്ന് പറയുന്ന ഒരാളാണ്. കാരണം ഈ നമ്മളുടെ ഒരു ഭരണകൂട സംവിധാനം അനുസരിച്ച് നമ്മളൊരു മൾട്ടി റിലീജിയസും മൾട്ടി കൾച്ചറലുമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. അപ്പോൾ നമ്മളുടെ ഭരണഘടന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രത്യേക മതത്തിനോട് പ്രതിപത്തി കാണിക്കാനായിട്ട് പാടില്ല. സർക്കാർ ഒരു പ്രത്യേക മതത്തെയും സ്പോൺസർ ചെയ്യാൻ പാടില്ല. സർക്കാരിൻ്റെ ജോലിയുണ്ട്. സീസറിൻ്റെ ജോലി എന്ന് പറയുന്ന പോലെ, ദൈവത്തിൻ്റെ ജോലി എന്ന് പറയുന്ന പോലെ സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ജോലിയുണ്ട്. അപ്പൊ പകരം എല്ലാ മതസമുദായങ്ങളെയും മാറി മാറി പ്രീണിപ്പിച്ച് കളയാമെന്ന നിലപാടിന്റെ ഭാഗമാണ് ന്യൂനപക്ഷ സംഗമങ്ങൾ. അതെ, അതതിന്റെ അടുത്ത വലിയ അപകടം വേറെ അല്ലേ? ഇതുപോലെ ഇതും അപകടമാണ്, അതും അപകടമാണ്, എല്ലാം അപകടമാണ്. ഇപ്പൊ ഇവര് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് കുംഭമേള നടത്തി. അതെ, കുംഭമേളം സർക്കാർ നടത്താൻ പാടില്ല എന്ന അഭിപ്രായീകരണം നമ്മളുള്ളത്. തീർച്ചയായിട്ടും ഇവര് നടത്തുന്ന പ്രവർത്തനത്തിനെ ന്യായീകരിക്കാനായിട്ട് യോഗി ആദിത്യനാഥിനെ സ്വീകരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവരുടെ പ്രവർത്തനം അത് തന്നെയാണെന്നാണ്. ലെഫ്റ്റും റൈറ്റും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഇല്ലാതെ വരുന്നു. അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നു. തീർച്ചയായിട്ടും അവർക്കത് ചെയ്യാം, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ചോദിക്കരുതെന്നാണ് നമ്മളവർ പറയും. അവരിൽ നിങ്ങളൊക്കെ ഒന്നാണെങ്കിൽ പിന്നെ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല, നിങ്ങൾ ചെയ്തു എന്നേ നമുക്ക് അതിനകത്ത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അയ്യപ്പ സംഗമത്തിന്റെ അജണ്ട സാർ ശ്രദ്ധിച്ചല്ലോ. 3 പ്രധാനപ്പെട്ട അജണ്ടകളാണ് അവർ പറയുന്നത്. ക്രൗഡ് മാനേജ്മെന്റ് ആണ്, ഒന്ന് ശബരിമല വികസനമാണ്, യാത്രാ സംഗതികളാണ്, സൗകര്യങ്ങളാണ്. അത് ജെനുവിനായ അജണ്ടകളാണല്ലോ. അത് ജെനുവിൻ തന്നെയാണ്. കാരണം വെച്ചാൽ ലക്ഷക്കണക്കിന് മനുഷ്യരെത്ത് ചേരുന്ന സ്ഥലം, ഞാനവിടെ പോയിട്ടുള്ളതാണ്. അങ്ങനെ എത്തിച്ചേരുന്ന ആളുകൾക്ക് ആവശ്യമുള്ള പ്രാഥമിക സൗകര്യം അവിടെ ഇല്ല. അത് എത്ര കാലമായി തുടരുന്ന ഒരു കാര്യമാണ്. ആ പ്രാഥമിക സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ആധുനിക കാലത്തിൻ്റെ ആവശ്യമാണ്. തീർച്ചയായും. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിൽ ഉള്ള സാമൂഹ്യ വ്യവസ്ഥയോ സാമൂഹ്യ സാഹചര്യമോ അല്ല ഇന്ന് നിലയിൽ. വളരെ വളരെ വ്യത്യസ്തമാണ്. നമ്മളുടെ ഈ തീർത്ഥാടനം തന്നെ, അല്ലെങ്കിൽ പിൽഗ്രിമേജ് തന്നെ ഒരുതരം ടൂറിസമായി മാറിത്തീരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശബരിമലയും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. തിരുപ്പതിയിൽ ഇതിനേക്കാൾ ഏറെ സൗകര്യങ്ങളാണുള്ളത്. അതൊരു മോഡലാണല്ലേ? അതൊരു മോഡലായിട്ടാണ് എല്ലാവരും പറയുന്നത്. അതുപോലത്തെ ഒരു മോഡലായാലും നമുക്ക് തൽക്കാലത്തൊക്കെ ആശ്വാസമാണ്, നല്ലതാണ്. കാരണം ഇതൊക്കെ ജീവിതത്തിൻ്റെ പാർട്ടാണ്. ഇതൊന്നും ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ആ തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഈ 3 അജണ്ടയും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ, ഒന്ന് വികസന പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങൾ, രണ്ടാമത്തത് ക്രൗഡ് മാനേജ്മെന്റ്, മൂന്നാമത്തെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ മറ്റ് സൗകര്യങ്ങൾ എന്നുവെച്ചാൽ പൊതുവെ സൗകര്യങ്ങൾ, ഇതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയാൽ അത് ഗവൺമെൻറ് നേട്ടമാണ്. പക്ഷേ അതല്ല ഗവൺമെൻറ്. നമ്മൾ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറ്റിയ പരിക്ക് പരിഹരിക്കാനായിട്ടുള്ള ഒരു പ്രയോഗമായിട്ട് ഇതിനെ മാറ്റിയാൽ, അതിൻ്റെ രാഷ്ട്രീയം അങ്ങനെ പോവുകയാണെങ്കിൽ അത് ഗുണകരമായ സംഭവമല്ല. എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന, സാറ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. എന്താണ്? ഇവിടെ ഇങ്ങനെ ഹിന്ദു സമൂഹത്തെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായിട്ട് ഇതിനെ മാറ്റുന്നു. അത് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ലേബലൊട്ടി. കുറച്ച് കഴിയുമ്പോൾ ന്യൂനപക്ഷ സംഗമം നടത്തി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സംഭവമാക്കി മാറ്റാൻ അതിനും ഒരു ലേബലൊട്ടി. ഇത്തരത്തിലുള്ള മുട്ടുശാന്തി പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവരെ നശിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരുമില്ല, എല്ലാവരും ഈ സൈസസ് കക്ഷികളാണ്, പേര് മാത്രം മാറ്റി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളീ ബസ് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് ചിലപ്പോൾ അത് ശബരിമലയെന്നായിരിക്കും ബോർഡ്, അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണമാലിയെന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇതിന് ഭൗതികമായി ഈ സംവിധാനത്തിന് മാറ്റമില്ല, പേര് മാത്രം ഒരു മാറ്റം. നമ്മുടെ ഒരു ദുരന്തം അതാണെന്ന് തോന്നാറുണ്ട് സാർ. എനിക്ക് തോന്നുന്നു കൊടി മാറ്റി വെച്ചാൽ ഏറെക്കുറെ എല്ലാവർക്കും ഒരേ മുദ്രാവാക്യം, ഒരേ യൂണിഫോം, ഒരേ ഭാഷ, ഈ തരത്തിലേക്ക് നമ്മുടെ അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ അന്തസ്സത്തെ ചോർന്നു പോവുകയും അവസാനം
അവിടെ CPM, BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ മാത്രം അവശേഷിക്കുന്ന സ്ഥിതി വരെയാണ്. പാർട്ടികളുടെ ചട്ടക്കൂടുകൾ മാത്രം ബാക്കിയാകുന്നു അല്ലെ? ഈ പറയുന്ന പൊളിറ്റിക്കൽ അജണ്ട ചോർന്നു പോകുന്നു. ഇല്ല, അതായത് പൊളിറ്റിക്സ് ചോർന്നു പോകുന്നു. പല രീതിയിലും അത് വേറൊരു തരത്തിൽ എനിക്കത് പറയാൻ തോന്നുന്നത്, യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അരാഷ്ട്രീയത ബാധിച്ചത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെയാണ്. അതെ എന്ന് പറഞ്ഞാലോ? അതാണ് ശരി. രാഷ്ട്രീയ പാർട്ടികൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. പിന്നെ സമൂഹത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാവില്ല. യെസ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ചില ഇൻഡിവിജ്വൽസ് എന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ടാവും. കാരണം വ്യക്തികളിൽ രൂപം കൊള്ളുന്ന രാഷ്ട്രീയ പ്രക്രിയകളെ ശാക്തീകരിച്ച് രൂപപ്പെടുത്തി എടുക്കുന്ന വലിയൊരു സംവിധാനമാണ് രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആ മുഖ്യ അജണ്ട അവർ കൈയൊഴിഞ്ഞു. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയാണ് അധികാരത്തിലേക്ക് കയറുക, അതിനെന്തെല്ലാം സർക്കസുകൾ കാണിക്കണം. പക്ഷെ ഒരു ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഞാൻ കേൾക്കാൻ കൊതിച്ച ഒരു മോഹം, ഏതെങ്കിലും സമുദായത്തെ പ്രീണിപ്പിക്കുക എന്ന നിലവിട്ട് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ദേവാലയമാണല്ലോ ശബരിമല. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ എരുമേലിയിൽ പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ എന്ന് നിലവിളിച്ചുകൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ട് ഇരുമുടിക്കെട്ട് കെട്ടിയ അയ്യപ്പന്മാർ, കറപ്പൊടുത്ത അയ്യപ്പന്മാർ ഒരു മുസ്ലിം പള്ളിയുടെ അകത്തളങ്ങളിൽ നിർബാധം കടന്നിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ആ പള്ളിയുടെ മുറ്റത്ത് ഈ അയ്യപ്പന്മാർ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന നാളികേരമാണ് അവിടുത്തെ ഏറ്റവും വലിയ വരുമാനമെന്ന് എരുമേലി പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദേവാലയത്തെ ലോകോത്തരമായി ഉയർത്തിക്കാണിക്കാനുള്ള ഒരു മതേതര മാനവികതയുടെ ആവശ്യം മുൻനിർത്തിയാണ് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ചിത്രം കുറെ കൂടി രാഷ്ട്രീയമാകുമായിരുന്നു. അതായത് ഈ രാഷ്ട്രീയ പാർട്ടിയും അതിനെ നയിക്കുന്നതായിട്ടുള്ള നേതൃത്വത്തിനുമൊക്കെ വിശാലമായ കാഴ്ചപ്പാട്, വിശാലമായ മാനവികത ഉണ്ട് എങ്കിൽ സാറ് പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ടുള്ള നിർവഹിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ലോകത്തുള്ള ഏത് ക്ഷേത്രം എടുത്ത് പരിശോധിച്ചാലും ഈ ശബരിമലയെ പോലെ അത്ഭുതകരമായ മനുഷ്യനെ ആവാഹിക്കുന്നതായിട്ടുള്ള ഒരു ക്ഷേത്രം വേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞു, എല്ലാവരെയും ഉൾക്കൊള്ളാം. ഭയങ്കര ഇൻക്ലൂസീവ് ക്യാരക്ടർ. ഇൻക്ലൂസീവാണ്. ഇത്ര ഇൻക്ലൂസീവ് ക്യാരക്ടറുള്ള ഏത് ക്ഷേത്രമാണ് ഹിന്ദുക്കൾക്ക് വിലക്കില്ല? ഇല്ല, ആർക്കും വിലക്കില്ല. മനസ്സിലായേ? എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു സ്ഥലം. സത്യത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് അതാണ്. അതാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞാൽ അതിനൊരു ദർശനം വേണം. സാറ് പറഞ്ഞ ഒരു നിലപാട് വേണം. അതിന് ശരിക്കും നമുക്ക് ഐഡിയോളജി, വെളിച്ചം ആവശ്യമാണ്. വെളിച്ചം വേണം. റൈറ്റ്. ശബരിമലയിലെ ഈ ശബരിമലയുടെ യഥാർത്ഥ വെളിച്ചം അയ്യപ്പ സംഗമം നടത്തുന്നവരുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ കെട്ടുപോയത് എന്ന് പറയേണ്ടി വരും. അത് തിരിച്ചറിയപ്പെടാനെങ്കിലും ഈ സംഗമം ഉപയോഗിക്കപ്പെട്ടാലേ നല്ലതാണ്. നന്ദി സർ.